മുഖ്യ തെരഞ്ഞെടുപ്പ് കമ്മീഷണർ ജ്ഞാനേഷ് കുമാർ കൊച്ചിയിലെത്തി. സംസ്ഥാന നിയമസഭാ തെരഞ്ഞെടുപ്പ് ഒരുക്കങ്ങൾ വിലയിരുത്തും. കൊച്ചി ഹയാത്തിൽ ചേരുന്ന അവലോകന യോഗത്തിൽ കമ്മീഷണർ പങ്കെടുക്കും. സംസ്ഥാന തെരഞ്ഞെടുപ്പ് ഓഫീസർ, DGP, ചീഫ് സെക്രട്ടറി എന്നിവരെയും കാണും. എല്ലാ എറണാകുളം വാസികൾക്ക് എൻ്റെ നമസ്കാരം. 72 വർഷത്തിന്റെ ശേഷം ഇപ്പോൾ നമ്മൾ കൊച്ചി സന്ദർശിക്കുന്നുണ്ട്. ഇനി 2 ദിവസം ഇവിടെ ഉണ്ടാവും. ഇടയ്ക്കിടയ്ക്ക് മാധ്യമ പ്രവർത്തകരും ഇവിടെ വഴിയിൽ താങ്കളെല്ലാവരോട് സംസാരിക്കാം. നമസ്കാരം. ജയ് ഭാരത്, ജയ് ഹിന്ദ്. സജോ ദേവസി ചേരുന്നു. സജോ, തെരഞ്ഞെടുപ്പ് പടിവാതിൽക്കിലെത്തി. വിജ്ഞാപനം വരാൻ ദിവസങ്ങൾ മാത്രമേ ഉള്ളൂ എന്ന് കരുതുന്നു. ഈ സംസ്ഥാനത്തെ ഒരുക്കങ്ങളുമായി ബന്ധപ്പെട്ട മുഖ്യ തെരഞ്ഞെടുപ്പ് കമ്മീഷണർ എന്തൊക്കെയാണ് പറഞ്ഞത്? ഈ സംസ്ഥാന തെരഞ്ഞെടുപ്പ് ഓഫീസറെയും DGPയെയും ചീഫ് സെക്രട്ടറിയും ഒക്കെ എപ്പോഴായിരിക്കും കാണുന്നത്? റോഷ്നി, നിയമസഭാ തിരഞ്ഞെടുപ്പ് മുന്നൊരുക്കങ്ങൾ സംസ്ഥാനത്ത് സജീവമായി പുരോഗമിക്കുകയാണ്. എന്നാണ് തിരഞ്ഞെടുപ്പ് എന്നൊരു ചോദ്യമുണ്ട്. അതിന് മുന്നോടിയായുള്ള മുഖ്യ തെരഞ്ഞെടുപ്പ് കമ്മീഷണറുടെ സന്ദർശനമാണ് നടക്കുന്നത്. നിർണായകമായ യോഗങ്ങൾ, കൂടിക്കാഴ്ചകൾ എന്നിവയാണ് നിശ്ചയിച്ചിരിക്കുന്നത്. സംസ്ഥാന തിരഞ്ഞെടുപ്പ് ഓഫീസർ, DGP അടക്കം ചീഫ് സെക്രട്ടറി അടക്കമുള്ള ഉന്നത ഉദ്യോഗസ്ഥരുമായുള്ള കൂടിക്കാഴ്ച, സംസ്ഥാനത്തെ തിരഞ്ഞെടുപ്പ് ഉദ്യോഗസ്ഥരുമായുള്ള കൂടിക്കാഴ്ച, ഒപ്പം അവലോകന യോഗം കൊച്ചിയിൽ വിളിച്ചിട്ടുണ്ട്. അങ്ങനെ എന്ന് തുടങ്ങി നിർണായകമായ വിവിധ കൂടിക്കാഴ്ചകൾ മുഖ്യ തിരഞ്ഞെടുപ്പ് കമ്മീഷണർക്ക് നിശ്ചയിച്ചിട്ടുണ്ട്. എന്താണ് പ്രധാനം? നമ്മൾ മനസ്സിലാക്കും പ്രകാരം 11-ാം തീയതിക്ക് ശേഷം എപ്പോൾ വേണമെങ്കിലും സംസ്ഥാനത്തെ തിരഞ്ഞെടുപ്പ് പ്രഖ്യാപിച്ചുകൊണ്ടുള്ള വിജ്ഞാപനം പുറത്തിറങ്ങിയേക്കാം എന്നതാണ് ലഭിക്കുന്ന വിവരം. അതായത് ഒരു 11 മുതൽ 15-ാം തീയതി വരെ ഉള്ള ദിവസങ്ങളിൽ എപ്പോൾ വേണമെങ്കിലും പ്രതീക്ഷിക്കാം എന്നാണ്. 11-ന് പ്രധാനമന്ത്രിയുടെ സന്ദർശനം കൂടിയുണ്ട്. അങ്ങനെയെങ്കിൽ ഒരു 15-ാം തീയതിക്ക് ശേഷം എപ്പോൾ വേണമെങ്കിലും തിരഞ്ഞെടുപ്പ് പ്രഖ്യാപനം ഉണ്ടാകാം. അതിന് മുന്നോടിയായുള്ള സന്ദർശനമാണ് മുഖ്യ തിരഞ്ഞെടുപ്പ് കമ്മീഷണർ ജ്ഞാനേഷ് കുമാർ കേരളത്തിലേക്ക് എത്തുന്നു. കൊച്ചിയിലാണ് അദ്ദേഹത്തിന്റെ പരിപാടികൾ നിശ്ചയിച്ചിരിക്കുന്നത്. മറ്റന്നാൾ ഈ തിരഞ്ഞെടുപ്പ് മുന്നൊരുക്കങ്ങളുടെ അവലോകനത്തിനൊക്കെ ശേഷം അദ്ദേഹം മാധ്യമങ്ങളെ കണ്ട് കാര്യങ്ങൾ വിശദീകരിക്കുകയും ചെയ്യും. മറ്റൊരു കൗതുകകരമായ ഒരു കാര്യം ജ്ഞാനേഷ് കുമാറിനെ സംബന്ധിച്ച് പറയുകയാണെങ്കിൽ, അദ്ദേഹം കേരള കേഡർ സിവിൽ സർവീസ് ഉദ്യോഗസ്ഥനാണ്. കൊച്ചി, എറണാകുളത്ത് മുൻപ് കളക്ടറായിരുന്നു. അതാണ് അദ്ദേഹം പറയുന്നത്. 2 പതിറ്റാണ്ടിന് ശേഷമാണ് യഥാർത്ഥത്തിൽ കൊച്ചിയിലേക്ക് തിരികെ എത്തുന്നത്. അങ്ങനെ വളരെ അടുപ്പമുണ്ട്. കേരളത്തെക്കുറിച്ച് നല്ല ബോധ്യമുണ്ട്. മലയാളം അത്യാവശ്യം അറിയുന്ന ആളാണ്. അതുകൊണ്ട് കേരളത്തിലെ തിരഞ്ഞെടുപ്പ് മുന്നൊരുക്കങ്ങൾ വളരെ എളുപ്പത്തിൽ അദ്ദേഹത്തിന് വിലയിരുത്താൻ കഴിയും. ദേശീയ തലത്തിൽ ഉന്നതമായ ഒരു പദവിയിലേക്ക് എത്തിയതിനു ശേഷം അദ്ദേഹം ഇവിടുത്തെ തിരഞ്ഞെടുപ്പ് മുന്നൊരുക്കങ്ങൾ വിലയിരുത്താൻ വേണ്ടി എത്തുന്നു. സ്വാഭാവികമായും മുന്നണികളെ സംബന്ധിച്ച് വലിയ രാഷ്ട്രീയ വിവാദങ്ങൾ, ചർച്ചകൾ, സ്ഥാനാർത്ഥി ചർച്ചകൾ, തീരുമാനങ്ങളിലേക്കൊക്കെ സജീവമായി കടക്കുന്ന ഒരു സന്ദർഭമാണ്. സർക്കാരിനെ സംബന്ധിച്ചിടത്തോളവും പ്രധാനമാണ്. കാരണം തിരഞ്ഞെടുപ്പ് പ്രഖ്യാപിച്ചാൽ പിന്നെ മാതൃകാ പെരുമാറ്റച്ചട്ടം നിലവിൽ വരും. അങ്ങനെ വരുമ്പോൾ സർക്കാർ കാവൽ സർക്കാരായി മാറും എന്ന കാര്യമൊക്കെ ഉറപ്പാണ്. അതായത് സംസ്ഥാനത്തിന്റെ ചരിത്രത്തിലെ മറ്റൊരു നിർണായകമായ തിരഞ്ഞെടുപ്പ് പ്രഖ്യാപന ഘട്ടമാണ്. അതിന്റെ ഏറ്റവും നിർണായക മുന്നൊരുക്കത്തിനായാണ് മുഖ്യ തിരഞ്ഞെടുപ്പ് കമ്മീഷണർ സംസ്ഥാനത്ത് എത്തിയിരിക്കുന്നത്. റോഷ്നി. ഓക്കെ, സജോ ദേവസിയാണ് മുഖ്യ തെരഞ്ഞെടുപ്പ് കമ്മീഷണറുടെ സംസ്ഥാന സന്ദർശനവുമായി ബന്ധപ്പെട്ട വിശദാംശങ്ങൾ